സൂരജ്, ഇന്ന് ഞാനൊരു റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. 3-ാം മാസത്തെ പ്രഗ്നൻസിയിൽ റിപ്പോർട്ടാണ്, NT സ്കാനിൻ്റെ റിപ്പോർട്ടാണ്. ഇതിനകത്ത് ആബ്സെൻറ്റ് നേസൽ ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് പേഷ്യൻ്റ് വന്നിരിക്കുന്നത്. നമുക്ക് അവരോട് എന്താ പറയാൻ പറ്റുന്നത്? പ്രഗ്നൻസിയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കാൻ എന്ന് പറയുന്നത് NT സ്കാനാണ്. അത് 3-ാം മാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 3-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഈ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജനിതക വൈകല്യങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനാണ്. കോമൺ ആയിട്ടുള്ള ജനിതക വരുന്നത് ഡൗൺ സിൻഡ്രോമാണ്. ഈ ഡൗൺ സിൻഡ്രോം ബേബികളിൽ നെയ്സൽ ബോൺ എന്ന് പറയുന്നത് കുറച്ച് നീളം കുറവോ ചിലർക്ക് ആബ്സെൻറ്റോ ആയിട്ട് കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും പേഷ്യൻറ്റിനുള്ള ടെൻഷൻ എന്ന് പറയുന്നത് നെയ്സൽ ബോൺ ആബ്സെൻ്റ് എന്ന് അറിയുമ്പോൾ അവരുടെ ടെൻഷൻ മൂക്ക് തന്നെ ഇല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ മൂക്കിന്റെ ദ്വാരങ്ങളില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ശരിക്കും അത് അങ്ങനെയല്ല. ശരിക്കും നെയ്സൽ ബോൺ എന്ന് പറയുന്ന ബോൺ അവിടെ നെയ്സൽ ഒറിഫീസ് അവിടെ ഉണ്ട്, ആ ദ്വാരമൊക്കെ ഉണ്ട്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോണിൻ്റെ ലെങ്ത് കുറച്ച് കുറവാണ്, നേസൽ ബോണിൻ്റെ ലെങ്ത് കുറച്ച് കുറവാണ്. അപ്പോൾ ഇത് സാധാരണ ഡൗൺ സിൻഡ്രോം ബേബികളിലാണ് കാണുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ റിപ്പോർട്ടുമായിട്ട് ആദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പേരൻസിൻ്റെ മൂക്കൊന്ന് ശ്രദ്ധിക്കും. പാരമ്പര്യമായിട്ട് ചെറിയ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടും വരാം. പക്ഷേ ഒരിക്കലും അത് ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അടുത്ത ഫർദർ ടെസ്റ്റിലേക്ക് പോകാതെ ഇരിക്കത്തില്ല. ഡൗൺ സിൻഡ്രോമിൻ്റെ ഒരു കൺഫർമേഷൻ ടെസ്റ്റ് എന്തായാലും വേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് ഒപ്പം നമ്മൾ വിടുന്ന ഒരു ടെസ്റ്റാണ് ഡബിൾ മാർക്കർ. ഈ 3-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വിടുന്ന ഒരു ടെസ്റ്റാണ് ഡബിൾ മാർക്കർ. എല്ലാവർക്കും റുട്ടീനായിട്ട് നമ്മൾ വിടുന്ന ടെസ്റ്റാണ് ഡബിൾ മാർക്കർ. ഈ ഡബിൾ മാർക്കറിൽ റിസ്ക് റേഷ്യോ കൂടുതലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് കൺഫർമേറ്ററി ടെസ്റ്റ്, അതായത് NT സ്കാനിൽ മൂക്കിന്റെ ലെങ്ത് കുറവാണ്, അതിന്റെ കൂടെ തന്നെ ഡബിൾ മാർക്കറിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ട്. ഹൈ റിസ്ക് എന്ന് പറഞ്ഞ ഒരു റിസ്ക് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഷുവർ ആയിട്ടും ഒരു കൺഫർമേറ്ററി ടെസ്റ്റായ NIPT, അതായത് നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഇതും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇതിനകത്ത് 99% മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ 100% അറിയാവുന്ന വേറൊരു ടെസ്റ്റ് ഉണ്ട്, അമ്നിയോസെൻറ്റസിസ്. അപ്പോൾ ഈ അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടി കിടക്കുന്ന ഫ്ലൂയിഡ് ഉണ്ട്, അതിനാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മളൊരു നീഡിലിട്ട്, ഒരു സൂചിയിട്ട് നമ്മൾ ഇത് പരിശോധനയ്ക്ക് എടുക്കും. ടെസ്റ്റ് ചെയ്യാതെ ഒരിക്കലും നമ്മൾ കുട്ടിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അബോർഷൻ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നോർമൽ കാരിയോടൈപ്പ്, നോർമൽ ക്രോമോസോം പാറ്റേൺ ആണ് കിട്ടുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ക്രോമോസോം വൈകല്യം ഇല്ലയെന്ന് ഒരു 100% ഉറപ്പിക്കാവുന്ന ടെസ്റ്റാണ്. 100% ഉറപ്പിക്കാവുന്ന ടെസ്റ്റാണ്. ഓക്കെ, ഇല്ലയെന്ന് ഒരു 100% ഉറപ്പിക്കാവുന്ന